നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. സ്ഫോടക വസ്തുക്കൾ നിറച്ച് സൗദിയിലെ അബഹ വിമാനത്താവളത്തിന് നേരെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം. ഡ്രോൺ ആകാശത്ത് വെച്ച് തകർത്തതായി സൗദി സഖ്യസേന അറിയിക്കുകയുണ്ടായി. ആകാശത്ത് വെച്ച് തകർത്ത ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വിമാനത്താവളത്തിന്റെ ഒരു ഭാഗത്ത് പതിച്ചു. ആർക്കും പരിക്കോ വലിയ നാശനഷ്ടമോ ഇല്ലെന്ന് സഖ്യസേന അറിയിച്ചു. ഇറാൻ പിന്തുണയോടെയാണ് ഹൂതികൾ ആസൂത്രിതമായ ആക്രമണം നടത്തിവരുന്നത്. സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സഖ്യസേന പറയുകയുണ്ടായി. യമനിലെ ഹുദൈദയിൽ നിന്ന് ആയുധങ്ങൾ നിറച്ച് തീരത്തേക്ക് വിട്ട ബോട്ടും സഖ്യസേന തകർത്തു കളഞ്ഞു. ആർക്കും പരിക്കേറ്റിട്ടുമില്ല. കഴിഞ്ഞ വർഷം ജൂണിൽ ഇതേ വിമാനത്താവളത്തിലേക്ക് സമാന ആക്രമണം നടന്നിരുന്നു. അന്ന് ഒരാൾ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച നജ്റാൻ ലക്ഷ്യമിട്ടാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മിസൈൽ അറബ് സഖ്യസേന തകർത്തത് ഏറെ ആശ്വാസം നൽകുകയാണ്. സൗദി അറേബ്യ ലക്ഷ്യമിട്ട് യമനിലെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ തുടർക്കഥയാണ്. കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഉപയോഗിച്ചും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചും ആക്രമണ ശ്രമങ്ങളും ഉണ്ടായിരുന്നു. 2 ആക്രമണ ശ്രമങ്ങളും വിജയകരമായി പ്രതിരോധിക്കാനായെന്ന് അറബ് സഖ്യസേന അറിയിച്ചു. ദക്ഷിണ സൗദിയിലെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ എത്തിച്ചേർന്നത്. അതേസമയം അതിർത്തി നഗരമായ ജിസാനിലാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമം ഉണ്ടായത്. സൗദിയുടെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധിക്കാനായെന്ന് അറബ് സഖ്യസേനാ വക്താവ് കേണൽ തുർക്കി അൽ മാലിക്കി ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ബോധപൂർവമായ ആക്രമണമാണ് നടത്തുന്നതെന്ന് അറബ് സഖ്യസേനാ വക്താവ് കേണൽ തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കി. കഴിഞ്ഞ മെയ് മാസം മുതൽ യമനിൽ നിന്ന് നിരവധി ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തുന്നത്. ജൂണിൽ സൗദി തലസ്ഥാനമായ റിയാദ് ലക്ഷ്യമിട്ടും ആക്രമണം നടന്നിരുന്നു. ഇതിനു പിന്നാലെ ഹൂതികൾക്കെതിരായ വ്യോമാക്രമണം അറബ് സഖ്യസേന ശക്തമാക്കിയിരിക്കുകയാണ്. ഓഗസ്റ്റിൽ മാത്രം നിരവധി തവണയാണ് സൗദി അറേബ്യ ലക്ഷ്യമിട്ട് ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയും യമൻ തലസ്ഥാനമായ സനായിൽ നിന്ന് സൗദി അറേബ്യയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയുണ്ടായ മറ്റൊരാക്രമണത്തിൽ ഷെല്ലുകൾ പതിച്ച് 2 വീടുകൾക്കും 1 വാഹനത്തിനും കേടുപാടുകൾ പറ്റുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.